ഹലോ, അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് Q&A സെഷനാണ്. ഇങ്ങനെ ഡയറക്റ്റ് മെസ്സേജ് ഉണ്ടാകുന്ന കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചുകൊണ്ട് അത് നമ്മൾ ഇന്ന് സോൾവ് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. ഫസ്റ്റ് ഡൗട്ട്, സൂര്യനമസ്കാരത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയുമെന്നാണ് എൻ്റെ ആൻസർ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ബെനിഫിറ്റ്സ് ഒറ്റ ലൈനിൽ പറയാൻ പറ്റില്ല. കുറേ ന്യൂമറസ് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. നമ്മുടെ ബോഡിയിലെ എല്ലാ സിസ്റ്റംസിനും അത് പ്രയോജനപ്പെടും. ഹാർട്ട് പ്രോബ്ലംസ് ഇപ്പോൾ എല്ലാവർക്കും വേണ്ട അതൊക്കെ ഒന്നും ഉണ്ടാവില്ല. പിന്നെ പൊണ്ണത്തരി അമിതവണ്ണമൊക്കെ കുറയ്ക്കും. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മളെ രക്ഷിക്കും. പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും, ഇമ്മ്യൂൺ സിസ്റ്റത്തെ ഒന്നും കൂടി ശക്തിപ്പെടും. പിന്നെ നമ്മുടെ ബോഡിയുടെ ഓവറോൾ വെയിറ്റ് ലോസ് സഹായിക്കും. നമ്മൾ 10 to 15 റൗണ്ട്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം വെയിറ്റ് ലോസും പിന്നെ മസിൽ ടോണിങ് ഒക്കെ ഉണ്ടാവും. നമുക്കൊരു ബ്രെയിൻ ഫോക്കസ് ആക്കി നമുക്ക് ഡേ ത്രൂട്ട് ഒരു ഉന്മേഷം തരാനൊക്കെ സഹായിക്കും. പിന്നെ നമുക്ക് വേറൊരു എക്സസൈസിന് ഈ സൂര്യനമസ്കാരം തന്നെ അത്രയും സ്ട്രെച്ചിങ് ഒന്നും നമുക്ക് തരാൻ പറ്റില്ല. നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും. നമ്മൾ ഒരു ദിവസം എത്ര സെറ്റ് സൂര്യനമസ്കാരം ചെയ്യണമെന്നാണ്. അപ്പം അത് നമുക്ക് ഡിപ്പെൻസ് ഓൺ പേഴ്സൺ പിന്നെ ചെയ്ത് തന്നെ ഇതനുസരിച്ച്. അപ്പോൾ ആദ്യം ബിഗിനേഴ്സാണ്, പിന്നെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ വന്നേ വെക്കണവരാണെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ഒരു 10-50 റൗണ്ട്സ് ചെയ്യുന്ന വെച്ചാൽ നടക്കുന്നതില്ല. അപ്പോൾ ഒരു 3 സെറ്റെങ്കിൽ 3 സെറ്റ് അത് മതി. 5 ആക്കുക, പിന്നെ 6 അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് പിന്നെ ഡെയിലി ഒരു മിനിമം എന്ന് പറയുമ്പോൾ ഒരു 10 to 15 സെറ്റ്, ഒരു 10-15 സെറ്റാണ്. ചിലർ ഒരു ദിവസം 108 സൂര്യനമസ്കാരം ചെയ്യണവരുണ്ട്. ആ ഡിപ്പെൻസ്. 108 സൂര്യനമസ്കാരം ഇപ്പോൾ നമുക്ക് കണ്ടുവന്ന ട്രെൻഡാണ്. ഒരു ദിവസം ഒറ്റയടിക്ക് 108 ചെയ്യുന്നത്. അതിൻ്റെ ഇതെന്താണ് അത് നമ്മൾ എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ അല്ല. 108 സൂര്യനമസ്കാരം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് പറ്റുമെങ്കിൽ നമ്മുടെ ബോഡിക്ക് പറ്റുമെങ്കിൽ മാത്രമേ അത് പാടുള്ളൂ. അത് നമ്മൾ എക്സോസ്റ്റഡ് ആവുകയാണ്. കുറേ എത്രയും മുമ്പ് എക്സോസ്റ്റഡ് നമ്മൾ ഒരുവിധം ബോഡി ഇങ്ങനെ എന്നാൽ വലിച്ച് പിടിപ്പിച്ച് അങ്ങനെ 108 എത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോരുത്തരുടെ ബോഡി നമ്മളല്ല, ഓരോ ബോഡിയും ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ എൻ്റെ ബോഡിയിലാണ് നിങ്ങളുടെ ബോഡി, ഓരോ ബോഡിയും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡി കേട്ട് നമ്മുടെ ബോഡിയുടെ ഇതനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. 108 എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് 108 ചെയ്യുകയല്ല വേണ്ടത്. ഈ യോഗയിലെ കുറേ പ്രാക്ടീസ് ആയി നല്ല ഫിസിക്കൽ സ്റ്റാമിന ഉള്ളവർ വേണം 108 സൂര്യനമസ്കാരം ചെയ്യാൻ. അല്ല ഒറ്റയടിക്ക് കയറിയല്ല ചെയ്യുന്നത്. പതിയെ ഗ്രാജുവലി കൂട്ടിക്കൊണ്ടുപോകും. 10-5 അങ്ങനെ 20, 25 അങ്ങനെ വേണം കൂട്ടിക്കൊണ്ട്. നെക്സ്റ്റ് ഡൗട്ട്, ഈ 108 സൂര്യനമസ്കാരം നമുക്ക് ഒറ്റ സെറ്റ് ചെയ്യണം, പല ഇതായിട്ട് ചെയ്യണം. ഒറ്റ അടി ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ പല ഇതായിട്ട് ചെയ്താൽ രാവിലെ കുറച്ച്, വൈകുന്നേരം കുറച്ച്, അങ്ങനെ ഇതായാലും മതി, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ഡൗട്ട്, ഒരു മിനിമം സെറ്റ് ഓഫ് സൂര്യനമസ്കാരം എത്രയാണ്? അങ്ങനെ നമുക്കൊരു ഡെയിലി വേണ്ട എത്രയാണ്? അങ്ങനെ പറഞ്ഞില്ല. 10 to 15 ആണ് നമുക്കൊരു ആവറേജ് വേണ്ടത്. അത് ആദ്യമേ പറ്റിയില്ലെങ്കിൽ പതിയെ 3 തുടങ്ങി പതിയെ അങ്ങനെ എത്തിച്ചാലും മതി. അത് കൂടുതൽ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, സമയം അതുമുള്ളവർക്ക്. നെക്സ്റ്റ് ഡൗട്ട്, സ്പീഡ്. ഈ സൂര്യനമസ്കാരത്തിൻ്റെ സ്പീഡ് എങ്ങനെയാണ്? എന്ത് സ്പീഡ് വേണം ചെയ്യാനായിട്ട്? ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിലൊരു നോർമൽ സ്പീഡിലാണ് കാണിച്ചേക്കുന്നത്. അങ്ങനെ നോർമൽ സ്പീഡിലാണ് നമ്മൾ ഐഡിയലി ചെയ്യേണ്ടത്. ഐഡിയലി 10 to 15 സൂര്യനമസ്കാരം നോർമൽ സ്പീഡിലാണ് ചെയ്യേണ്ടത്. പക്ഷേ ചിലപ്പോൾ നമുക്കത് നമ്മളൊരു നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഗോൾ അനുസരിച്ചിരിക്കും. നമ്മുടെ ഗോൾ ഒരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ മസിൽ ടോണിങ് ആണെങ്കിൽ നമ്മൾ നല്ല സ്പീഡ് ചെയ്യണം. അതല്ല നമ്മുടെ ലക്ഷ്യം മെൻ്റലി, നമുക്ക് ഇത്തിരി മെൻ്റൽ കാംനെസ് ആണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ പതിയെ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് പതിയെ ചെയ്യുക. അപ്പോൾ അടുത്ത ഡൗട്ട്, ഈ പതിയെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രീത്തിൻ്റെ ഇത് പോകില്ലെന്ന്. കാരണം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ബാക്ക്വേർഡ് ബെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുറേ സമയം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നിങ്ങളൊരു കാര്യം ചെയ്യുക, ബ്രീത്ത് ഇൻ ചെയ്ത് ബാക്ക് ബെൻഡ് ചെയ്യുക, എന്നിട്ട് നോർമലി അവിടെ നിന്ന് ബ്രീത്ത് ചെയ്യുക. അതായത് ബ്രീത്ത് ഔട്ട് ചെയ്ത് ഫോർവേഡ് ചെയ്യുക, പിന്നെ അവിടെ നിന്ന് നോർമലി ബ്രീത്ത് ചെയ്യുക. അങ്ങനെ ഓരോ പോസും അങ്ങനെ നമ്മൾ ആ പോസിലേക്ക് പോകുമ്പോൾ ഞാൻ കാണിച്ചേക്കുള്ള ബ്രീത്തിങ് കറക്റ്റ് ആക്കുക, എന്നിട്ട് അവിടെ നിന്ന് നോർമൽ ബ്രീത്ത് ചെയ്യുക. അങ്ങനെ സ്ലോയിൽ. നെക്സ്റ്റ് ഡൗട്ട്, ഏത് സമയത്ത് ചെയ്യണം നല്ലതെന്ന്? ശരിക്കും ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഏർലി ഇൻ ദ മോർണിംഗ് ആണ്. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ വിത്ത് സൺറൈസ്, അത് ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ടൈം. രണ്ടാമത്തെ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ലേറ്റ് ഇൻ ദ ഈവനിങ്, വൈകുന്നേരം ഒരു 4 മണി 5 മണി 6 മണി അങ്ങനെ സൂര്യൻ അസ്തമിക്കുമ്പം ആ സമയത്ത് ചെയ്യണതാണ് സെക്കൻഡ് ബെസ്റ്റ്. തേർഡ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് സമയം? സൂര്യനമസ്കാരം ചെയ്യാത്തതിനേക്കാൾ നല്ലതാണ് എപ്പോഴെങ്കിലും ചെയ്യുന്നത്. നെക്സ്റ്റ് ഡൗട്ട്, ഡയറക്ഷൻ. ഏത് ഡയറക്ഷനിൽ വേണം ചെയ്യാൻ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻ ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ ഐഡിയൽ ഡയറക്ഷൻ, ഏറ്റവും ബെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ രാവിലെ ചെയ്യുവാണെങ്കിൽ സൂര്യൻ കിഴക്കിന്ന് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് ഉദിച്ചു വരും. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഫേസ് ചെയ്ത് കിഴക്കിലേക്ക് നോക്കി ചെയ്യണം നല്ലത്. പിന്നെ വൈകുന്നേരം എന്ന് പറയുമ്പോൾ വെസ്റ്റ് സൈഡിൽ അസ്തമിക്കും. അപ്പം നമ്മൾ സൂര്യൻ വെസ്റ്റ് സൈഡിലാണ്, അപ്പോൾ നമ്മൾ വെസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് പിന്നെ ബാക്കി സമയത്താണെങ്കിൽ ഇഷ്ടമുള്ള ഡയറക്ഷൻ ചെയ്യാം. നെക്സ്റ്റ് ഡൗട്ട്, ബ്രീത്ത്. സപ്പോസ് നോർമൽ ബ്രീത്തിങ്, എല്ലാ ബാക്ക്വേർഡ് ബെൻഡിലും ബ്രീത്ത് ഇൻ, എല്ലാ ഫോർവേഡ് ബെൻഡിലും ബ്രീത്ത് ഔട്ട്. ചിലപ്പോൾ നമ്മൾ സ്ലോ ചെയ്യുമ്പോൾ നമുക്ക് എക്സോസ്റ്റഡ് ആവുകയാണെങ്കിൽ നമുക്ക് ആ പോസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ വേണ്ട രീതിയിലുള്ള ബ്രീത്ത് കൊടുത്തിട്ട് പിന്നെ അവിടെ നോർമലി ബ്രീത്ത് ചെയ്യാം. അങ്ങനെ ചെയ്യാം. നെക്സ്റ്റ് ഡൗട്ട്, നമ്മൾ ഈ സൂര്യനമസ്കാരം ചെയ്യുന്ന മുമ്പാണോ അത് കഴിഞ്ഞാണോ കുളിക്കേണ്ടത്? അന്നേരം മിക്ക യോഗ ജനറൽ റൂൾ ശരിക്കും പറഞ്ഞാൽ ആ ചെയ്യുന്ന മുമ്പാണ് നമ്മൾ കുളിക്കേണ്ടത്. കാരണം നമ്മൾ വേറൊരു എക്സസൈസ് പോലെ അത്രയും വേർക്കണില്ല. പിന്നെ യോഗയിൽ എന്ന് പറയുന്നത് നമ്മളതൊരു ഡിവോഷണൽ പ്രയറായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് കോൺസെൻട്രേഷൻ വേണം. നമ്മൾ ആ മാറ്റിൽ നിൽക്കുക, ഫുൾ കോൺസെൻട്രേഷൻ മാറ്റിലായിരിക്കണം. അപ്പോൾ നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മൾ ക്ലീൻ ആയിരിക്കണം. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് അതിന് മുമ്പ് കുളിക്കണമെന്നാണ്. പിന്നെ ചിലർക്ക് ഒരുപാട് സെറ്റ് സൂര്യനമസ്കാരം എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരെണ്ണം ചെയ്യുന്നത് അത് 2 ശരിക്കും 1 സെറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഒരെണ്ണം ചെയ്തുകൊണ്ട് 1 സെറ്റ് ആകണില്ല. നമ്മൾ 2 സൈഡ്, ആദ്യം നമ്പറാണ് ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോൾ അത് ഹാഫ് അരയാകണുള്ളൂ. പിന്നെ റൈറ്റ് സൈഡും കൂടി ചെയ്ത് കഴിയുമ്പോഴാണ് 1 സെറ്റ് സൂര്യനമസ്കാരം കംപ്ലീറ്റ് ആണത്. 24 റൗണ്ട്സ്, 12 റൗണ്ട്സ് ലെഫ്റ്റ് സൈഡിലും 12 റൗണ്ട്സ് ലെഫ്റ്റ് സൈഡിൽ ചെയ്യുമ്പോഴാണ് 1 സെറ്റ് കംപ്ലീറ്റ് ആണത്. നെക്സ്റ്റ് ഡൗട്ട്, വാമപ്പ് കൂൾ ഡൗൺ. സൂര്യനമസ്കാരത്തിന് മുമ്പ് വാമപ്പ് ചെയ്യുക, അത് കഴിഞ്ഞ് കൂൾ ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ സൂര്യനമസ്കാരം തന്നെ ഒരു വാമപ്പാണ്. നമ്മൾ ആശ്രമ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു വാമപ്പാണ് സൂര്യനമസ്കാരം ചെയ്യുന്നത്. പക്ഷേ അത് എല്ലാവർക്കും അല്ല. 20s ഒക്കെ ഉള്ളവർക്കാണ് അത്. പിന്നെ നന്നായിട്ട് എക്സസൈസ് എപ്പോഴും ചെയ്യണവർക്ക് സൂര്യനമസ്കാരം മതി. പിന്നെ അല്ലാതെ ഇപ്പം ബിഗിനേഴ്സ്, പിന്നെ ഇത്തിരി ബോഡി അധികം ഇതാകാത്തവർ, നല്ല സെഡൻറ്ററി ലൈഫ് ഉള്ളവർ, അത്യാവശ്യം തടിയുള്ളവർ, അധികം സ്റ്റാമിന ഇല്ലാത്തവർ, അവർക്കൊക്കെ സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ ജസ്റ്റ് ജെൻറൽ സ്ട്രെച്ചിങ് നല്ലതായിരിക്കും. അതിൻ്റെ വേറെ വീഡിയോ ഞാൻ ചെയ്യണതാണ് ജനറൽ വാമപ്പിൻ്റെ. അങ്ങനെ ജസ്റ്റ് കൈ കാലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൂൾ ഡൗൺ എന്ന് പറയുമ്പം അത് കഴിയുമ്പം കുറച്ച് നേരം വെറുതെ ഇരുന്നാലും മതി, മെഡിറ്റേഷൻ ചെയ്താലും മതി, അല്ലെങ്കിൽ ശവാസനം. ജസ്റ്റ് ഇങ്ങനെ ഉറങ്ങരുത്, ശവാസനം പോലെ കിടക്കണം. അടുത്തത്,
നമുക്ക് സുഖമില്ലാത്ത സമയത്തൊക്കെ സൂര്യ നമസ്കാരം ചെയ്യാവുന്നതാണ് അടുത്ത ഡൗട്ട്. സുഖമില്ലാത്തപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതല്ല, കാരണം നമ്മളെപ്പോഴും പനി അങ്ങനെ തന്നെ ഡിസീസസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് വേണം, നമ്മുടെ ബോഡി ഹീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ കൂടുതലും സൂര്യ നമസ്കാരം ഒരു കാർഡിയോവാസ്കുലർ എക്സസൈസ് ആണ്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കുക നല്ലത്. പിന്നെ നമ്മുടെ സിംറ്റംസ് തലയുടെ മുകളിലാണ്, കോൾഡിൻ്റെ സിംറ്റംസ്, സൈനസ് ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡി നമുക്കറിയില്ല, നമ്മുടെ ബോഡി ഒക്കെ അറിയുന്നത് നമുക്കാണ്. അപ്പോൾ അതനുസരിച്ച് ചെയ്യുക. അധികം സിംറ്റംസ് ഒക്കെ കുറഞ്ഞ് വരുവാണ്, അല്ലെങ്കിൽ അധികം സിംറ്റംസ് ഇല്ല, ബോഡിക്ക് തളർച്ച ഇല്ലെങ്കിൽ നമ്മൾ ജെന്റിലി ഒരു 3 സെറ്റൊക്കെ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മുടെ ഹീലിംഗിന് എയ്ഡ് ചെയ്യും. നമ്മുടെ ബോഡിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന ഹീലിംഗ് നമ്മുടെ ബോഡിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യുക. അതാണ് നെക്സ്റ്റ്. ഡയറ്റ് എന്തെങ്കിലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യുക. ഡയറ്റ് പൊതുവെ ഇപ്പോൾ യോഗ പ്രാക്ടീഷൻസ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഹെൽത്തി ഡയറ്റ് അല്ലെങ്കിൽ സാത്വിക് ഡയറ്റ് ഫോളോ ചെയ്യുന്നത് അഡ്വൈസ് ചെയ്യുന്നത്. ഓൾ ടൈപ്പ് ഓഫ് ജങ്ക് ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. പക്ഷേ കംപ്ലീറ്റ്ലി നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഡയറ്റ് ഫോളോ ചെയ്യണം. അല്ലാതെ ഡയറ്റ് ഫോളോ ചെയ്യാത്തവർക്ക് ചെയ്യുന്നതും ഒരു പ്ലസ് പോയിന്റ് ആണ്. കാരണം അവർക്ക് ബോഡിയിൽ ചെല്ലുന്ന ടോക്സിൻസും വേണ്ടാത്ത ഈ ജങ്ക് ഫുഡിൻ്റെ ഒക്കെ ഇൽ ഇഫക്ട്സ് ഒക്കെ കളയാനും സ്ട്രെസ് ആയിട്ടുള്ളവർക്ക് അതൊക്കെ കളയാനൊക്കെ നല്ലതാണ്. റിമൂവ് ചെയ്യും, ടോക്സിൻസ് ഒക്കെ ഓട്ടോമാറ്റിക്കലി റിമൂവ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഏത് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവർക്കും സൂര്യ നമസ്കാരം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഡൗട്ട്, എന്തെങ്കിലും കോഷൻ ഉണ്ടോ എന്ന് ഇതിന്? കോഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ, അങ്ങനെ എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ളവർ എല്ലാം ഡോക്ടറിനെ കണ്ട് ഒരു പെർമിഷൻ മേടിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, കൺസൾട്ട് ചെയ്തതിന് ശേഷം. പിന്നെ നീ പ്രോബ്ലം, എന്തെങ്കിലും നീ പ്രോബ്ലംസ് ഉള്ളവർ ഈ സൂര്യ നമസ്കാരം ചെയ്യാൻ. പക്ഷേ ഫോർവേഡ് ബെൻഡ് ചെയ്യുന്ന പോസുകളിൽ നീസ് ലോക്ക് ചെയ്ത പോസിൽ അങ്ങനെ നീ പ്രോബ്ലം അല്ലെങ്കിൽ നീ റീപ്ലേസ്മെന്റ് സർജറി ഒക്കെ കഴിഞ്ഞവർ നീസ് ലോക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി ബെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ലോവർ ബാക്ക് പ്രോബ്ലം ഉള്ളവരും ശ്രദ്ധിക്കണം, അവരധികം അങ്ങോട്ട് ബാക്ക് ബെൻഡ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു ജസ്റ്റ് നൈസായിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഒറ്റയ്ക്ക് ഭയങ്കരമായിട്ട് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും സ്ഥിരം മരുന്ന് കഴിക്കാൻ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ജെന്റിലി വേണം ചെയ്യാനായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട്.